ഈശോയുടെ ദിവ്യകാരുണ്യ ഛായാചിത്രം 1931 ഫെബ്രുവരി 22 പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മുറിയിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഈശോയെ വിശുദ്ധ ഫൗസ്റ്റീന കണ്ടു. ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിലും മറ്റേ കൈ ഹൃദയത്തിൻ്റെ ഭാഗത്ത് തൊട്ടുകൊണ്ടുമിരുന്നു. ഹൃദയത്തിൽ നിന്നും ചുവപ്പും വെള്ളയും നിറത്തിൽ 2 പ്രകാശരശ്മികൾ പുറപ്പെട്ടു. ഈശോ അവളോട് പറഞ്ഞു, നീ എന്നെ കാണുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കണം. അതിൽ ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് എഴുതുക. ഈ ചിത്രം ആദ്യം നിന്റെ മഠത്തിലെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവൻ വണങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ വരയ്ക്കുന്ന ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആഘോഷമായി വെഞ്ചരിക്കുകയും അന്ന് കരുണയുടെ തിരുനാളായി ആഘോഷിക്കുകയും വേണം. ഈ ചിത്രത്തിന് ചില പ്രത്യേകമായ സവിശേഷതകളുണ്ട്. 1. മരണത്തിൻ്റെ മേൽ വിജയം വരിച്ച ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ചിത്രമാണിത്. 2. നിത്യപുരോഹിതനായ യേശുവിൻ്റെ ചിത്രമാണ്. 3. കരുണയുടെ കൂദാശയായ കുമ്പസാരം സ്ഥാപിച്ച കർത്താവിനെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. 4. ഒരു വ്യക്തിക്ക് കരുണ സ്വീകരിക്കുവാൻ ആവശ്യമായ വിശ്വാസത്തെയാണ് ഈ ചിത്രം ഓർമ്മപ്പെടുത്തുന്നത്. 5. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വെളുപ്പ് രശ്മികൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന തിരുജലവും ചുവപ്പ് രശ്മി യേശുവിൻ്റെ ജീവരക്തത്തെയും സൂചിപ്പിക്കുന്നു. കരുണയുടെ കൂദാശകളായ മാമോദീസയും കുമ്പസാരവും വിശുദ്ധ കുർബാനയുമാണ് ഈ രശ്മികൾ സൂചിപ്പിക്കുന്നത്. വെളുത്ത രശ്മി ജലം, പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരദാനങ്ങളും. ചുവപ്പ് രശ്മി ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും യേശുവിൻ്റെ രക്തം വഴിയുള്ള പുതിയ ഉടമ്പടിയെയും സൂചിപ്പിക്കുന്നു. 6. കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഈ ചിത്രം എന്നും എപ്പോഴും നിന്നെ ഓർമ്മിപ്പിക്കുന്നു.